കേരള PSC നടത്തുന്ന പോളി ലെക്ചറർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓവർസിയർ തസ്തികയിലേക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് നമ്മൾ വീഡിയോ സീരീസിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാം ഭാഗമാണ്. ഈ ഭാഗത്തിൽ നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഏതാനും ചില ടോപ്പിക്കുകളാണ് ഈ സ്ക്രീനിൽ കാണുന്നത്. അവിടെ നമുക്ക് പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, പ്രഷർ ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ്സ്, ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ഓൺ സർഫസസ്, buoyancy and flotation, fluid kinematics, fluid dynamics, flow through orifice and mouthpieces, flow through notches and weirs, flow through pipes, laminar flow, turbulent flow, boundary layer theory, dimensional and model analysis, fluid flow around submerged bodies, flow of compressible fluids. ഇത്രയും ഭാഗമാണ് ഫ്ലൂയിഡ് മെക്കാനിക്സുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഫ്ലൂയിഡ് മെഷീനറിയുമായി ബന്ധപ്പെട്ട് ഇമ്പാക്ട് ഓഫ് ജെറ്റ്സ്, hydraulic turbines, reciprocating pumps, centrifugal pumps, hydraulic machines. ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് പഠിക്കേണ്ടതുള്ളത്. ഇത്രയും ഭാഗങ്ങൾ നമ്മളൊന്ന് വായിച്ച് നോക്കിയാൽ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഇതിൽ നിന്നും ഏകദേശം 10ഓളം ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 10ലധികം ക്വസ്റ്റ്യൻസ് നമ്മുടെ പോളി ലെക്ചറർ ആണെങ്കിലും അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈവൻ ഒരു ഗേറ്റ് എക്സാമിന് പോവുകയാണെങ്കിലും ഇത്രയും ടോപ്പിക്കുകളൊക്കെ തന്നെയാണ് നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ച് ഇക്വേഷൻസും നോട്ട്സും കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. അതിനുശേഷമുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈവൻ ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്താൽ തന്നെ നമ്മൾ ഈ ടോപ്പിക്കുകൾ നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്ലൂയിഡ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ഓഫേഴ്സ് നോ റെസിസ്റ്റൻസ് ടു ചേഞ്ച് ഓഫ്. നമുക്കറിയാം റെസിസ്റ്റൻസ് ഓഫർ ചെയ്യാത്ത, നമ്മൾ എപ്പോഴും ഫ്ലൂയിഡ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ ആണ് അല്ലെ. ആ കണ്ടെയ്നറിന്റെ ഷേപ്പിനനുസരിച്ചാണ് നമുക്ക് ആ ഫ്ലൂയിഡിന്റെ ഷേപ്പ് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന്റെ ആൻസർ ഫ്ലൂയിഡ് സബ്സ്റ്റൻസ് വിച്ച് ഓഫേഴ്സ് നോ റെസിസ്റ്റൻസ് ടു ചേഞ്ച് ഓഫ് ഷേപ്പ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ ഡി ഷേപ്പ് ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് നോ യൂണിറ്റ്. നമുക്കറിയാം യൂണിറ്റ് ഇല്ലാത്ത ക്വാണ്ടിറ്റി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സർഫസ് ടെൻഷൻ, കൈനമാറ്റിക് വിസ്കോസിറ്റി, സ്ട്രെയിൻ ആൻഡ് ബൾക്ക് മോഡുലസ് ആണ് ചോദിച്ചിട്ടുള്ളത്, ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. നമുക്കറിയാം സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സിഗ്മ, സർഫസ് ടെൻഷൻ സിഗ്മ ഇസ് ഈക്വൽ ടു ടെൻസൈൽ ഫോഴ്സ് ബൈ ലെങ്ത് ആണ് അല്ലെ. അപ്പോൾ നമുക്ക് ഇതിന്റെ യൂണിറ്റ് വരുമ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ ആണ് അതിന്റെ യൂണിറ്റ് വരുന്നത്. ഒരു യൂണിറ്റുള്ള ക്വാണ്ടിറ്റിയാണ്. കൈനമാറ്റിക് വിസ്കോസിറ്റി നമുക്കറിയാം, അതിനെ നമ്മളൊരു സ്മോൾ വി ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡൈനാമിക് വിസ്കോസിറ്റി ബൈ ഡെൻസിറ്റി ആണ് അതിന്റെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ അതിന്റെ യൂണിറ്റ് വരുമ്പോൾ ഡൈനാമിക് വിസ്കോസിറ്റി ബൈ ഡെൻസിറ്റി അതിന്റെ യൂണിറ്റ് വരുമ്പോൾ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ് നമുക്ക് അതിന്റെ കൈനമാറ്റിക് വിസ്കോസിറ്റി യൂണിറ്റ് വരുന്നത്. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചേഞ്ച് ഇൻ ലെങ്ത് ടു ഒറിജിനൽ ലെങ്ത് ആണ്. അപ്പോൾ ഡെൽറ്റ എൽ ബൈ ഒറിജിനൽ ലെങ്ത് എൽ ആണ് നമുക്ക് കൊടുക്കുക. ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ മീറ്റർ തന്നെയാണ്, ലെങ്ത് മീറ്റർ തന്നെയാണ്. അപ്പോൾ ഇത് ഡൈമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ്. മീറ്റർ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡൈമെൻഷൻലെസ് ക്വാണ്ടിറ്റി. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് സ്ട്രെയിൻ ആണ്. നമുക്ക് ബൾക്ക് മോഡുലസും കൂടി ഒന്ന് നോക്കാം. ബൾക്ക് മോഡുലസ് നമ്മൾ കെ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. ബൾക്ക് മോഡുലസ് കെ ഇസ് ഈക്വൽ ടു എന്താ, നോർമൽ സ്ട്രെസ് ബൈ വോളിമെട്രിക് സ്ട്രെയിൻ ആണ്. വോളിമെട്രിക് സ്ട്രെയിൻ ആണ് നമുക്ക് അതിന്റെ ഇക്വേഷൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് ബൾക്ക് മോഡുലസിന്റെ യൂണിറ്റ് വരുന്നത്. അപ്പോൾ ഈ മൂന്ന് ക്വാണ്ടിറ്റീസിനും യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ വരുന്നത് സ്ട്രെയിൻ, ഓപ്ഷൻ സി സ്ട്രെയിൻ ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഓഫ് കണ്ടീഷൻ ക്ലിയർലി അപ്ലൈ ടു ആൻ ഐഡിയൽ ഫ്ലൂയിഡ്. നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് നോക്കാം. വിസ്കസ് ആൻഡ് കംപ്രസിബിൾ, നോൺ വിസ്കസ് ആൻഡ് ഇൻകംപ്രസിബിൾ, നോൺ വിസ്കസ് ആൻഡ് കംപ്രസിബിൾ, വിസ്കസ് ആൻഡ് ഇൻകംപ്രസിബിൾ. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഓഫ് കണ്ടീഷൻ ക്ലിയർലി അപ്ലൈ ടു ആൻ ഐഡിയൽ ഫ്ലൂയിഡ്. അപ്പോൾ ഒരു ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി നോൺ വിസ്കസ്. നോട്ട് ചെയ്ത് വെച്ചോളൂ, ഇറ്റ് മസ്റ്റ് ബി നോൺ വിസ്കസ്. അതുപോലെ തന്നെ ഇറ്റ് മസ്റ്റ് ബി ഇൻകംപ്രസിബിൾ. ഓൾസോ ഇറ്റ് ഈസ് ഇറൊട്ടേഷണൽ. ഇറ്റ് ഷുഡ് ബി ഇറൊട്ടേഷണൽ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ ഓപ്ഷൻസിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. നോൺ വിസ്കസ് ആൻഡ് ഇൻകംപ്രസിബിൾ എന്ന് പറയുന്ന ഈ ഓപ്ഷനാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. ഇവിടെ റൊട്ടേഷണൽ കൂടി നമുക്ക് തന്നാൽ ഇതും കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിരിക്കും. അപ്പോൾ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നോട്ട് ചെയ്ത് വെക്കുക.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി ഈസ് ഓപ്ഷൻസ് 1360, 13600, 1.36 ആൻഡ് 13.6 ആണ്. നമുക്കറിയാം സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് എ ഗിവൺ ലിക്വിഡ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ലിക്വിഡ് ആണ്. ഇവിടെ ഗിവൺ ലിക്വിഡ് എന്ന് പറയുന്നത് മെർക്കുറി ആണ്. അപ്പോൾ നമുക്കറിയാം ഡെൻസിറ്റി ഓഫ് മെർക്കുറി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ലിക്വിഡ്. നമ്മൾ വാട്ടർ ആണ് എപ്പോഴും സ്റ്റാൻഡേർഡ് ലിക്വിഡ് ആയിട്ട് എടുക്കുക എന്ന് പറയുന്നതാണ് നമുക്ക് എന്ത് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ദ ഗിവൺ ലിക്വിഡ് ദാറ്റ് ഈസ് മെർക്കുറി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. നമുക്കറിയാം ഡെൻസിറ്റി ഓഫ് മെർക്കുറി എന്ന് പറയുന്നത് 13,600 ആണ് അല്ലെ. 13,600 ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1000 ആണ്. നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 13.6 ആണ്. അപ്പോൾ റൈറ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി 13.6. Viscosity is the property of a fluid evolved due to resistance offered by the layers of fluid, resistance offered by side walls of the channel, spontaneous reactions in the fluid, none of the above. നമുക്കറിയാം വിസ്കോസിറ്റി is the property of the fluid evolved due to എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ വിസ്കോസിറ്റിയുടെ ഡെഫിനിഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. വിസ്കോസിറ്റി is defined as the property of the fluid evolved due to internal resistance offered by one layer of fluid to the adjacent layer. Internal resistance offered by one layer to adjacent layer ആണ് അതിന്റെ ആൻസർ വരുന്നത്. അപ്പോൾ തന്നിട്ടുള്ള ഓപ്ഷൻസ് നോക്കുമ്പോൾ റെസിസ്റ്റൻസ് ഓഫർഡ് ബൈ ദ ലെയർ ഓഫ് ഫ്ലൂയിഡ് ആണ് മോസ്റ്റ് ആക്യുറേറ്റ് അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആൻസർ വരുന്നത്. റെസിസ്റ്റൻസ് ഓഫർഡ് ബൈ സൈഡ് വാൾസ് ഓഫ് ദ ചാനലിനേക്കാളും അപ്രോപ്രിയേറ്റ് ആൻസർ വരുന്നത് റെസിസ്റ്റൻസ് ഓഫർഡ് ബൈ ലെയേഴ്സ് ഓഫ് ഫ്ലൂയിഡ് ആണ്. അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക, റെസിസ്റ്റൻസ് ഓഫർഡ് ബൈ ലെയേഴ്സ് ഓഫ് ഫ്ലൂയിഡ് ആണ് ഇവിടെ നമുക്ക് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. നെക്സ്റ്റ് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ്. സാധാരണ ഓവർസിയർ ഗ്രേഡ് 1 അല്ലെങ്കിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് ക്വസ്റ്റ്യൻസ് പേപ്പറിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയന്റ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഷിയർ സ്ട്രെയിൻ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വിസ്കോസിറ്റി. അപ്പോൾ ഈ തന്നിട്ടുള്ളതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയന്റ് ആണ്. അതിന്റെ ഇക്വേഷൻ എല്ലാവർക്കും അറിയുമെന്ന് കരുതുന്നു. നോട്ട് ചെയ്ത് നോക്കിയാൽ ഷിയർ സ്ട്രെസ് ടോ ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ. ക്ലിയർ? നമുക്ക് അറിയുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഷിയർ സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു ഡി യു ബൈ ഡി വൈ ആണ്. ഈ ഡി യു ബൈ ഡി വൈ എന്ന് പറയുന്നതാണ് വെലോസിറ്റി ഗ്രേഡിയന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Directly proportional to velocity gradient. Shear stress is directly proportional to velocity gradient എന്ന് പറയുന്നതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റേറ്റ് ഓഫ് ഡിഫോർമേഷൻ ഓഫ് എ ഫ്ലൂയിഡ് എലമെന്റ് is equal to ഓപ്ഷൻസ് ഷിയർ സ്ട്രെസ്, കോഎഫിഷ്യന്റ് ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി, കോഎഫിഷ്യന്റ് ഓഫ് കൈനമാറ്റിക് വിസ്കോസിറ്റി, വെലോസിറ്റി ഗ്രേഡിയന്റ്. വിസ്കോസിറ്റി ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് റേറ്റ് ഓഫ് ഡിഫോർമേഷൻ ഓഫ് ഫ്ലൂയിഡ് എലമെന്റ് എന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് ഡിഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനെ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇക്വേറ്റ് ചെയ്യാം. റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ നമുക്കറിയാം. റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഗാമ ഡോട്ട് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൈൻ ബൈ ഡി ടി എന്ന രീതിയിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഡിഫൈൻഡ് ബൈ ഡി ടി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി യു ബൈ ഡി വൈ ആണ്. അതായത് ആംഗുലർ ഡിഫോർമേഷൻ എന്ന് പറയുന്നത് തന്നെയാണ് റേറ്റ് ഓഫ് ആംഗുലർ ഡിഫോർമേഷൻ എന്ന് പറയുന്നത് തന്നെയാണ് റേറ്റ് ഓഫ് ഷിയർ ഡിഫോർമേഷൻ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ റേറ്റ് ഓഫ് ആംഗുലർ ഡിഫോർമേഷൻ വിൽ ബി ഈക്വൽ ടു വെലോസിറ്റി ഗ്രേഡിയന്റ് ഇൻ ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ. സോ ആസ് പെർ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി നമുക്ക് എന്ത് പറയാൻ പറ്റും? ടോ ഇസ് ഈക്വൽ ടു ഷിയർ സ്ട്രെസ് ടോ ഇസ് ഈക്വൽ ടു ഷിയർ സ്ട്രെസ് ടോ proportional to d phi by dt. That is equal to shear stress tau is equal to mu into dou phi by dou y. ഇപ്പോൾ മറ്റേ നമ്മുടെ പഴയ ഇക്വേഷനിലേക്ക് തന്നെ എത്തി. ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ഡിഫോർമേഷൻ ഓഫ് എ ഫ്ലൂയിഡ് എലമെന്റ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഗ്രേഡിയന്റ് എന്ന ഇക്വേഷനിൽ തന്നെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് ആ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് 1 ഡയമെൻഷൻ ആണെങ്കിലും 2 ഡയമെൻഷൻ ആണെങ്കിലും 3 ഡയമെൻഷണൽ ഫ്ലോയിന് ഇത് വാലിഡ് ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ ടോ ഇസ് ഈക്വൽ ടു ദിസ് ഇക്വേഷൻ ഈസ് വാലിഡ് ഫോർ 1D, 2D and 3D and this equation is valid for one dimensional flow.
സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ച ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് വെലോസിറ്റി ഗ്രേഡിയൻ്റ് ആണ്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ ഒന്ന് എഴുതി നോട്ട് ചെയ്ത് പഠിക്കുക, നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ താങ്ക് യു ഫോർ അറ്റൻഡിങ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ നിങ്ങൾ കണ്ട് മനസ്സിലായിട്ടുള്ളവർ എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സജഷൻസും അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്കും എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.